ഹലോ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർട്ട് 1 എന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കാണുന്നത് ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കുമെന്ന്. അത് നമ്മളൊരു 4 ദിവസം ട്രിപ്പ് പോകാൻ പോവാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരു 4 പാർട്ടായിട്ട് ഈ വീഡിയോസ് കാണാം. അപ്പം ഞങ്ങൾ ഇന്ന് കൂടെ ബൈക്കിലാണ് പോകുന്നത്. 100-ലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബാഗ് സെറ്റ് ചെയ്തിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നോക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നൊക്കെയുള്ളത്. അങ്ങനെ നമ്മളിത് അമ്മയോട് ടാറ്റ പറഞ്ഞ് യാത്ര തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ പോയി പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ നിറച്ചൊഴിക്കുന്നില്ല, പോകുന്ന വഴിക്ക് ഒഴിക്കാം. വാഗമൺ വഴി ചെറുതോണിയിലോട്ടാണ് ഇന്നത്തെ യാത്ര. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ മൂന്നാറിലോട്ട് പോകുന്നതായിരിക്കും. നമ്മളിത് ഇവിടെ തിരിഞ്ഞ് വലത്തോട്ട് 58 കിലോമീറ്റർ പോകുമ്പോഴാണ് കേട്ടോ ശബരിമല. നമ്മളിപ്പം റാന്നിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈക്കിൽ പോകുമ്പോൾ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. നമ്മുടെ റാന്നിയിലെ പാലമാണ് ഇത്. റാന്നി ഫോറസ്റ്റ് കേട്ടോ. ഏകദേശം 9 മണിയോടെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. നമ്മുടെ ബാഗൊക്കെ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മളവിടുന്ന് പൊറോട്ടയും മസാല ദോശയാണ് കഴിച്ചത്. ഏതാണ്ടൊരു 9:15 കൂടി വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മലകളും കുന്നുകളൊക്കെ കണ്ട് നമ്മൾ ഒറ്റയടിക്കങ്ങ് പോവല്ല, ഇടയ്ക്ക് ഇറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നല്ല നല്ല കാഴ്ചകളാണ്. നമ്മൾ ആ വാഗമണിലേക്കുള്ള ആ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് കാണാൻ പറ്റും വേറൊരു മലയുടെ മുകളിൽ വണ്ടികളൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുന്നത്. ബ്ലോക്കായിട്ട് നടക്കുവാണോ അതോ നിർത്തിയിട്ടേക്കുവാണോ എന്ന് നമുക്കറിയില്ല. ഇതാ കാണുന്നത് കേട്ടോ. അതിഭയങ്കര കാറ്റ് കാരണം നമ്മൾ കുറച്ച് നേരം വണ്ടി ഒതുക്കിയിട്ട് അവിടെ നിൽക്കുക കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു. നമുക്ക് ആ വഴിയൊക്കെയാണ് പോകേണ്ടത്. അങ്ങനെ നേരത്തെ ആരോട്ട് കാണിച്ചത് ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴാണ് നമ്മൾ ബ്ലോക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ വാഗമൺ എത്തി ഉള്ളതിൻ്റെ ഒരു ഇതാട്ടോ ഈ ഒരു പുലിയുടെ. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി ഒതുക്കുകയാണ് കാരണം അതിഭയങ്കര കാറ്റ്.
നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാറ്റിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയുന്നില്ല. അങ്ങനെ നമ്മൾ വാഗമൺ സിറ്റി കയറിയൊക്കെയാണ്. അപ്പുറം സൈഡിലെ വാഗമണ്ണി ഒരു സ്ഥലത്ത് പോലും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ, കാണാനോ എടുക്കാനോ ഒന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞങ്ങളൊന്ന് വന്നതാണ് ഇതുപോലൊരു 1 ഡേ ട്രിപ്പ്. അന്ന് വന്ന് എല്ലാം കണ്ട് തൃപ്തിയായതുകൊണ്ട് ഞങ്ങൾ എങ്ങും ഇറങ്ങാൻ നിന്നില്ല. നമ്മൾ ഈ റോഡും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വാഗമൺ വഴി വന്നത്. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളെ ഇടയ്ക്കൂടാട്ടോ നമ്മളിനി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ആഡ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ വന്ന വഴി ഇറങ്ങിയ സ്ഥലമാണ്. ഇപ്പോഴെന്തേ നിങ്ങൾ പോവാത്ത എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇത് ഇതാട്ടോ. ഞങ്ങൾ വന്നത് ഒരു ഓഫ് സീസൺ സമയത്തായിരുന്നു. പൈൻമരത്തിൻ്റെ കാടുകൾക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം, വേറെ ഒറ്റ മനുഷ്യരില്ല. അതുപോലെ തന്നെ മൊട്ടക്കുന്ന് ചെന്നപ്പോഴും ഇതേ അവസ്ഥ, ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം. എന്തിനധികം പറയുന്നു, പാർക്കിങ്ങിന് പോലും ഫീസ് അടയ്ക്കേണ്ടി വന്നില്ല അവിടെ ആളില്ലാത്തത് കാരണം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇറങ്ങാൻ നിന്നില്ല. നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ പോകണം കേട്ടോ. ഞാനിവിടെ മാപ്പ് നമ്മൾ വാഗമൺ പോകുന്നത്. നമ്മളീ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ പുഴകളും തടാകങ്ങളും ഒക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ആൾക്കാർക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളത് വണ്ടി ഒരിടത്ത് ഒതുക്കി കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്താ ഭംഗിയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ നല്ല കാറ്റും. നല്ല അടിപൊളി യാത്ര കേട്ടോ. നമ്മുടെ ഇവന് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്. 1, 2, 3, 4 ദിവസത്തേക്കൊക്കെ നമ്മൾ ഒരു വട്ടം പോലും ഇവ വഴി കിടത്തിയിട്ടില്ല. അതാണ് ഏറ്റവും ഭയങ്കര ഇങ്ങോട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഹൺഡ്രഡിനെ പറ്റി പറയാനുള്ളത്, ബാക്കിൽ സീറ്റ് നല്ല ഹാർഡാണ്. ആ ഒരു നെഗറ്റീവ് ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിനും ഇവ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഇനി മൂലമറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ചൂടാണ്, വെള്ളങ്ങളൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ച് എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം ചോദിച്ചു കേട്ടോ, നിനക്ക് ഈ നിൽക്കുന്നതിൽ ഏതെങ്കിലും ഒരു മരം വേണമെന്ന്. വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി കുറച്ച് പാടുപെട്ടേനെ. 2 സൈഡിൽ കാണുന്നതും തേക്ക് മരം കേട്ടോ. അതിമനോഹരമായിട്ടുള്ള സ്കൂള്, ട്രെയിനിൻ്റെ മാതൃകയെ പണിഞ്ഞേക്കുന്നതാണ്. പണിഞ്ഞേക്കുന്നതല്ല, പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് സ്കൂൾ കാണാൻ. അങ്ങനെ നമ്മുടെ യാത്ര മൂലമറ്റത്തെത്തിയിട്ടുണ്ട്. ഈ പാലം കയറി ഇറങ്ങുന്നിടത്ത് മൂലമറ്റം ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു കാര്യമുണ്ടല്ലോ, ഇത് ഒരുപാട് റീൽസുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വഴിക്കിണർ എന്നാണ് ഇതിൻ്റെ പേര്. റോഡിൻ്റെ നടുക്കായിട്ട് കിണർ വന്നിരിക്കുന്നത്. അപ്പുറം ഇപ്പുറം റോഡും, അതും ഒരു വളവ് തിരിഞ്ഞങ്ങോട്ട് ചെല്ലുന്നിടത്താണ്. ഈ കയറിക്കൊണ്ടിരിക്കുന്നതൊക്കെ എയർപിൻ വളവാണ് കേട്ടോ. 12 എയർപിൻ വളവുണ്ട് ഇവിടുന്ന്. ഇനി നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് 32 കിലോമീറ്റർ ഉണ്ട് ചെറുതോണിക്ക് പോകാൻ. അങ്ങനത്തെ നമ്മൾ ഒരു കുളമാവ് തടാകത്തിനടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും കാണാത്ത ഒരു നിറത്തിലെ ഒരു ആമ്പൽപ്പൂവാണ് ആ നിൽക്കുന്നത്. വീഡിയോയ്ക്കകത്ത് കിട്ടിയിട്ടില്ല, എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. നല്ല കളറ്. അവിടെ ഒരു 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇതുവരെ ഉള്ളൂ. ഇപ്പം തന്നെ നല്ല ലോങ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം.